ഞാൻ സിനിമ മേഖല നടന്ന കാര്യങ്ങൾ നേരത്തെ സിനിമ മേഖല അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും പറഞ്ഞ് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചില നടന്മാർ എന്ത് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് ലൈവായി എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. എത്ര വർഷം മുമ്പായിരുന്നു? 2000 ആ കാലഘട്ടം. ഇത്രയും നാളും ദൈവം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ഇനി ദൈവം ശരിക്കും പറഞ്ഞാൽ ആ പകരത്തിന് പകരം അളന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി. ഇപ്പം ഞാൻ ദൈവം ഈ ഭൂമിയിലേക്കും കാര്യങ്ങൾ നടക്കുമല്ലോ, ഇത് എപ്പോൾ എങ്ങനെ നടക്കും പറഞ്ഞു തരില്ല. ഞാൻ ചോദിച്ചത് അതെന്ത് എനിക്ക് പറഞ്ഞു തരാത്തത്? പറഞ്ഞു തന്നാൽ ഇത് ലീക്കായാൽ ശിക്ഷിക്കപ്പെടേണ്ട ചിലർ ഇത് അറിഞ്ഞ് രക്ഷപ്പെടും. കാര്യം എൻ്റെ ആളായിട്ട് കുറേ ആൾക്കാരുണ്ട്, ഇത്തിരി നേരം നിറയും വേണം പറഞ്ഞിരിക്കുന്നത്. അവർ ഇവരുടെ വളർച്ച കണ്ട് ഇവരിൽ പ്രലോഭിതനായി പോകുന്നോ ഇല്ലയോ എന്ന് ദൈവം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോയാൽ ഇവർക്ക് പിടിവീഴും, അവർക്ക് പിടിവീഴില്ല. നിസ്സാരം നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശരിക്കും ഒരുപാട് തെറ്റ് ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഒരു നേരം നിറയില്ല ചെയ്യല്ലേ, അതെന്ത് എന്ന് ദൈവം പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ജനത്തിന് ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ദൈവം തന്നെയാണ് വെച്ചേക്കണം. വേണം ഈ ജനത്തിന് ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി. പണ്ട് എല്ലാവരും കയറി ഇറങ്ങിക്കൊണ്ട സ്ഥലമാണ് ശബരിമല. അവിടെ അയ്യപ്പൻ പോയതിന് ശേഷമാണ് പിന്നെ സ്ത്രീകളെ ബാൻ ചെയ്ത് തുടങ്ങിയത്. അതായത് അയ്യപ്പന് മുമ്പ് പരശുരാമൻ സ്ഥാപിച്ച വേറൊരു കല്ലാണ് അവിടെ ഉണ്ടായിരുന്നത്. നീതിയും ന്യായവും ഇപ്പം മനുഷ്യർക്ക് ഇല്ല. എല്ലാം സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇതെല്ലാം തെറ്റിച്ച് അവനവനെ ബോധിച്ചതിൽ പോകുന്നു. ഇതിൽ പല കാര്യങ്ങളുള്ളൂ. ഒന്ന്, സ്ത്രീധനം. പുരുഷന്മാർ സ്ത്രീധനം വാങ്ങിക്കുന്ന സകല പുരുഷന്മാരും പ്രകൃതിക്ക് നേരെ വിരുദ്ധമായി കഴിഞ്ഞു. കാരണം പുരുഷന് ദൈവം ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ തൊട്ട് താഴെയാണ് സ്ത്രീ നിൽക്കേണ്ടത്. പുരുഷനെ സഹായിച്ചും പുരുഷൻ്റെ കൂടെ സഹകരിച്ച് നിൽക്കേണ്ട വ്യക്തിയാണ് സ്ത്രീ. ഇപ്പോൾ സകലമാന പുരുഷന്മാരും സ്ത്രീകളുടെ കീഴെയായി. എങ്ങനെ? ഈ സ്ത്രീധനം വഴി. നമ്മൾ സ്ത്രീയും പുരുഷനും ഒരേ ലെവലിൽ നിൽക്കണം. ഒരേ ലെവലിൽ നിൽക്കാൻ പ്രകൃതി പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പം നമ്മളാണ് പറയണത്. അവർക്ക് ഒരു പ്രാധാന്യമില്ലേ? പ്രാധാന്യമുണ്ട്. സ്ത്രീ ഒരേപോലെ അല്ല. പ്രകൃതി നിയമപ്രകാരം ഒരേപോലെ അല്ല. പ്രകൃതി നിയമപ്രകാരം സ്ത്രീ തൊട്ട് മുകളിലത്തെ പുരുഷൻ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിലും സ്ത്രീ തൊട്ട് താഴത്തെ സ്റ്റെപ്പിലും. ഇപ്പം പുരുഷൻ ആത്മീയത്തിൽ ഹൈ ലെവലാണെങ്കിൽ തൊട്ട് കീഴെ സ്ത്രീ ഉണ്ട്. പക്ഷെ ആ സ്ത്രീ സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആത്മീയമായിരിക്കാം. സ്ത്രീധനത്തിന്റെ കാര്യം കൊണ്ടാണ് സ്ത്രീയും പുരുഷൻ രണ്ട് തട്ടിൽ നിന്ന്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ പുരുഷൻ ശരിക്കും സ്ത്രീയുടെ കീഴെയായി പോയി കഴിഞ്ഞു. കാരണം അതിൻ്റെ എന്തുകൊണ്ട് പറ്റിയെന്ന് വെച്ചാൽ, ഒരു പുരുഷനെ സ്ത്രീയുടെ അച്ഛനോ അല്ലെങ്കിൽ ആ സ്ത്രീയോ ഇത്ര രൂപ കൊടുത്ത് പുരുഷനെ വിലയ്ക്ക് അവരാണ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ ജോലിക്കാരനായി മാറി പുരുഷൻ. അവരിത്ര രൂപ കൊടുത്ത് അവനെ ഇങ്ങോട്ട് വാങ്ങിക്കുകയല്ലേ. യവൻ എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ നിൻ്റെ അടിമയായിക്കോളാം എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് പോലെയാണ്. അത്ര രൂപയ്ക്ക് യവനെ ആണ് വിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരത്രയും കാശ് കൊടുത്ത് യവനെ വാങ്ങിക്കുകയാണ്. ഇപ്പോൾ ആൺമക്കളില്ലാത്ത വീടുകളിൽ പെൺമക്കളായിരിക്കുള്ളത്. അപ്പോൾ ഒരു മോനെ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അച്ഛനും അമ്മയുടെ സ്വത്തുകൾ മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിരിക്കും. അത് നേരത്തെ ചെയ്യുന്നില്ല. അത് നേരത്തെ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് തോറ്റുപോണത്. അപ്പോൾ ഒരു പുരുഷൻ ഒരിക്കലും ഞാൻ സർക്കാർ ജോലിയുണ്ട് എനിക്ക്, അപ്പോൾ ഞാൻ ചെയ്തേ കൂടാ ജോലിയുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇത്തിരി അത്യാവശ്യം സ്ത്രീധനമൊക്കെ വാങ്ങി കിട്ടുന്നതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ എനിക്ക് മാർക്കറ്റുണ്ട്. അത് തെറ്റെന്ന് മാർക്കറ്റാണ് അടിമയാവുന്നത്. അവിടെയാണ് അവൻ അടിമയായി മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളുടെ ജോലിക്കാരനായിട്ട് അവൾ ഇവനെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. നമ്മൾ വേണം ഒരു സ്ത്രീയെ വിലയ്ക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാൻ. എന്നിട്ട് എന്നെ സഹായിച്ച് എൻ്റെ കൂടെ പത്നിയായിട്ട് നീ നിന്നോ എന്ന് പറഞ്ഞ് തിരിച്ചു വേണം ചെയ്യാൻ. പക്ഷെ ഒരിക്കലും നമ്മുടെ കീഴിലല്ല സഹായി. ദൈവത്തിൻ്റെ കണ്ണിൽ ഒരുപടി താഴ. ദൈവത്തിൻ്റെ കണ്ണിൽ, ഈ പ്രകൃതിയുടെ കണ്ണിൽ ഒരുപടി താഴ. സ്ത്രീ പ്രകൃതിയല്ലേ, അതുകൊണ്ടാണ് പുരുഷന്റെ ഒരുപടി താഴെ ആക്കി നിർത്തിയേക്കുന്നത്. അല്ല, ഈ പ്രകൃതി തന്നെയല്ലേ സ്ത്രീ? പ്രകൃതി എന്ന് പറയാൻ പറ്റൂല. സ്ത്രീയും പുരുഷനും ചേരുമ്പോഴാണ് പ്രകൃതി ആവണത്. ഇങ്ങനെ സ്ത്രീ മാത്രം അങ്ങനെ ആകുമ്പോൾ സ്ത്രീ എങ്ങനെ ഒരുപടി താഴെയാവും? അതായത് ദൈവത്തിന്റെ കണക്കാണ്. എന്നോട് സംസാരിച്ച ആ ശക്തി എന്നോട് പറഞ്ഞ കണക്കാണ് പറയണത്. ഇതൊക്കെ കൊണ്ട് ഞാനും കേട്ട് ഞാനത് ചെയ്യിച്ചിട്ടുണ്ട്. ഞാനും സമത്വം മറ്റേ മറിച്ചെന്ന് പറഞ്ഞ് ആ ലെവലിലൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവെല്ലാം വേറെ. നമ്മൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ അങ്ങനെയല്ലേ? പകുതി പുരുഷനും പകുതി സ്ത്രീയാണ്. അവർക്ക് ഒരേ സ്ഥാനമല്ലേ? സ്ഥാനമാണെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ പുരുഷൻ ഒരു പൊടി മുകളിലാണെന്ന്. ഇങ്ങനെയാണ് സൃഷ്ടി വെച്ചേക്കണേന്ന്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആ ദൈവം പറഞ്ഞ് പഴയ കാലത്തോട്ട് പോയി നോക്ക്, എവിടെയാണ് ഒരേപോലെ ഉള്ളത് എനിക്ക് അങ്ങോട്ട് പറഞ്ഞിടാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു പുരുഷൻ യുദ്ധത്തിന് പോയി, അവനെക്കാട്ടി കഴിവ് ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ പോലും ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ ഇവക്ക് വാളെടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഭർത്താവ് പാടില്ല, എങ്കിൽ ഇവക്ക് നിൽക്കാം, രാജ്യം വരെ ഭരിക്കാം, പക്ഷെ കല്യാണം കഴിക്കാൻ പാടില്ല. സ്ത്രീക്ക് എന്തും നേരിടാം. ഇപ്പം കർണകി സ്ത്രീയല്ലേ, പുരുഷവംശത്തെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ ദൈവം കർണകിയാണ് ഉപയോഗിച്ചത്. കാരണം ഒരൊറ്റ പുരുഷനും കറക്റ്റല്ല ദേശത്തിൽ. ആ കർണകിയെ കാട്ടി പെർഫെക്റ്റായിട്ട് നിൽക്കുന്ന പുരുഷന്മാരില്ലാത്തത് കാരണം അവിടെ അത്രയും തിന്മ പെരുകിയത് കാരണം പെണ്ണിനെ ദൈവം ഉപയോഗിച്ചു.
നശീകരണത്തിന്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, എല്ലാ കാലത്തും ചെയ്യുകയും ചെയ്യും. പക്ഷേ ഭാര്യ ഭർത്ത ബന്ധം വരുമ്പോൾ ഒരു ശകലം പുരുഷൻ മുകളിൽ നിൽക്കണം. ഈ ആത്മീയ വഴിയിൽ അമൃതാനന്ദമയി പോലെ ഒരുപാട് അമ്മമാരുണ്ട്. അങ്ങനെ അവരെല്ലാം ഈ ഒരു ശക്തി തിരഞ്ഞെടുത്താണോ? ഈ സൃഷ്ടാവായ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഞാൻ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെ ആരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ച ശക്തി പറഞ്ഞു, ഒരു മതത്തിലെയോ ഒരു വിഗ്രഹത്തെയോ ഒരു രൂപത്തെയോ ഒരു ദേവന്മാരെയോ ദേവിമാരെയോ അല്ലെങ്കിൽ യേശു അങ്ങനെയുള്ള ഒരിടത്തെ ആശ്രയിക്കാതെ സൃഷ്ടാവായ ദൈവം പ്രകൃതി എന്ന് ആര് പറയുന്നു അവരെ ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ എൻ്റെ കീഴെ എനിക്ക് തൊട്ട് താഴെ അനേക ശക്തികൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിലുണ്ട്. അവർ തിരഞ്ഞെടുത്ത വ്യക്തികളും ഉണ്ട്. അവരൊക്കെ ആത്മീയരായിട്ട് ഭൂമിയിലുണ്ട്. അവർ ഇവരിലോട്ടേ നിൽക്കുകയുള്ളൂ. ഇപ്പം അമൃതാനന്ദമയിക്ക് വലുത് ആരാണ്? കൃഷ്ണൻ. അപ്പം ആ കൃഷ്ണൻ എന്ന് പറയുന്ന വിഷ്ണു 3 ആണ് ശരിക്കും ദൈവത്തിൻ്റെ തൊട്ട് കീഴെ. ദൈവത്തിൻ്റെ 3 ഭാവമാണ്, അല്ലെ വിഷ്ണു ഭാവത്തിലാണ് ഈ അമൃതാനന്ദമയിയുടെ പിടി. 3നെയും ഒരേപോലെ പിടിക്കുകയും ഇത് 3 ഒന്നെന്ന് ചിന്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവർ കൃഷ്ണനെ മാത്രം പിടിക്കില്ല. അങ്ങനെ വന്നാൽ ആ ദൈവത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരും. ഈ നിയന്ത്രണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, വിവേകാനന്ദ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലത്തും പലരും ഉണ്ട്, കൃഷ്ണനുണ്ട്. ഈ കാലത്ത് ആരൊക്കെ ഉണ്ട്? അയ്യോ, അത് എൻ്റെ അടുത്ത് കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. രഹസ്യങ്ങളാണത് പലതും. പല വ്യക്തികളെ രഹസ്യത്തിൽ കൊണ്ട് പൊക്കിക്കൊണ്ടുവരികയാണ്. ഞാനിപ്പോൾ ഈ തസ്മൈ ഗുരുവിൻ്റെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും ആ പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഒരേ ആളായിരിക്കും പുള്ളിയെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞ മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കണമെങ്കിൽ മാംസഭക്ഷണം ഒഴിവാക്കണം. അത് ഞാൻ ചോദിച്ചു, മാംസഭക്ഷണം ഒഴിവാക്കിയാൽ മതി? മാംസഭക്ഷണം അല്ല വിഷയം. നെഗറ്റീവ് എങ്ങനെ നമുക്ക് കയറി വരുന്നു അത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് കയറ്റി. അതിൽ ഒന്നാണ് ഈ മാംസഭക്ഷണം. പലതുണ്ട്. ഈ പറഞ്ഞതുപോലെ പുരുഷൻ ആദ്യം ആ സ്ത്രീയുടെ ബന്ധനത്തിൽ നിന്ന് അവൻ മുകളിൽ വരണം. എങ്ങനെ അങ്ങ് മുകളിൽ വരും? ചങ്കൂറ്റത്തോടെ നിൻ്റെ വാങ്ങിച്ചതും പലിശ സഹിതം എന്നാൽ പിടിച്ചോ, തിരിച്ചു കൊടുക്കാൻ പഠിക്കാനുള്ള മനസ്സ് വന്നാൽ അവൻ രക്ഷപ്പെടും. അവൻ ദൈവത്തിൻ്റെ കണ്ണിൽ പോസിറ്റീവ് ആവും. പിന്നെ ഇത് മദ്യപാനം, വ്യഭിചാരം, കാമചിന്തകൾ, ഇനി ഒരുപാട് കാര്യങ്ങളിൽ ശരിക്കും നെഗറ്റിവിറ്റിയാണ് ആൾക്കാരിൽ കയറി നിൽക്കുന്നത്. അതിന് നമ്മുടെ ഇത്തരം നമ്മുടെ കുട്ടിക്കാലം മുതലേയുള്ള ആ ഒരു വളർച്ച ഇതിന് ഒരുപാട് ഘടകമായിരിക്കും. കാരണം നമ്മൾ കൂടുതൽ ഈ ഭോഗചിന്തയിലാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെയുള്ള വൈദേശികമായ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മേളിൽ വരുന്നു. അപ്പോൾ ആ ചിന്തകളിലാണ് ഒരു മദ്യപാനത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അവർ പുറത്തോട്ട് വിടുമ്പോൾ. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ അത് ഈ ഹയർ എഡ്യൂക്കേഷനെ നമ്മുടെ ഈ പറഞ്ഞ ശക്തി എങ്ങനെ കാണുന്നു? ഇങ്ങനെ പോകും, അങ്ങനെ പോകണം, അങ്ങനെ പോയിരിക്കും. പക്ഷെ ആ പോകുമ്പോൾ എന്നെ നിയോഗിച്ച ഡ്യൂട്ടിയിൽ ഓർണം അറിവ് കൊടുക്കുക. ഇതാണ് എൻ്റെ പിന്നിലെ കാര്യം. ഇതങ്ങ് പറയുക. അപ്പോൾ 100 പേരിൽ ഒരാളെങ്കിലും ചിലപ്പം എന്നാൽ എനിക്കൊന്ന് ശ്രമിക്കണമല്ലോ, അവൻ ഇപ്പുറത്തോട്ട് മാറും, ഈ ഇപ്പുറത്തെ ലെവലിൽ വരും. അപ്പോൾ ഇത് കുറച്ചാൾ കഴിയുമ്പം അവർ മാറി അവരിലൂടെ വരുന്ന തലമുറ അടുത്തൊരു സത്യയുഗം നല്ലൊരു കാലത്തിലേക്ക് ഈ ഒരു വിഭാഗം പതുക്കെ മാറി വരും. മറ്റേ വിഭാഗങ്ങളെല്ലാം താനെ നശിച്ച് പോവുകയും ചെയ്യും. ഇതാണ് എന്നോട് പറഞ്ഞ കാര്യം. പിടിയിട്ടുണ്ടോ? ആരെങ്കിലും ഇത് മനസ്സിലാക്കി മനം തിരിഞ്ഞ് വന്നാൽ അവൻ്റെ കുടുംബത്തെ അവൻ ആദ്യം ക്ലിയർ ചെയ്യും, അവൻ്റെ മക്കളെ പിന്നെ ക്ലിയർ ചെയ്യും, ആ മക്കൾ വലുതാകുമ്പോൾ അവരുടെ മക്കളെ അതേ ലെവലിൽ ക്ലിയർ ചെയ്യും. ഇങ്ങനെ ഒരു 3-4 തലമുറ മാറുമ്പോൾ പിന്നെ വരുന്ന തലമുറ കുറേ പോസിറ്റീവായി മാറും. അപ്പം നെഗറ്റീവ് തലമുറകളെല്ലാം താനെ നശിച്ച് പോവുകയും ചെയ്യുമ്പോൾ ഒരു കാലഘട്ടം ചേഞ്ച് ചെയ്യും. ഇത് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്നു. ദശാവതാരത്തിൽ അങ്ങനെയാണ്. സത്യയുഗം അതിലോട്ട് തിരിച്ചു പോകും. ഈ കലിയുഗം, ഈ കലി ആരാണ്? കലിയാണ് ഈ മനുഷ്യ മനസ്സിനെ ഈ മോഡേണിലോട്ട് മാറ്റിച്ച് ഈ വ്യവസ്ഥ തെറ്റിക്കുന്ന ഒരു ശക്തിയാണ് ഈ കലി. അപ്പോൾ കൽക്കി എന്ന് പറയുന്നത് ഒരു അവതാരമാണ്. ഈ കലി എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവാണ്. കൽക്കി എന്ന് പറയുന്നതും ഒരു ആത്മാവാണ്, പോസിറ്റീവ് ആത്മാവാണ്. കലി എന്ന് പറയുന്നതും പോസിറ്റീവ് ആത്മാവാണ്. കൽക്കിക്ക് വേണ്ടി പല വ്യക്തികളെ ഭൂമിയിൽ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് കൽക്കി ഉപയോഗിക്കുകയും ചെയ്യും. അതിൽ ഓരോ വ്യക്തിയിലായിരിക്കും ശരിക്കും കൽക്കി എന്നുള്ള അൾട്ടിമേറ്റ് നിൽക്കുന്നത്. ബാക്കി കൽക്കി തിരഞ്ഞെടുത്ത് ഒരുപാട് പോസിറ്റീവ് ആൾക്കാരെ തിരഞ്ഞെടുക്കും. അതേപോലെ കലിയും മനുഷ്യരെ തെറ്റിക്കാനായിട്ട് ഒരുപാട് മനുഷ്യരെ അവരും തിരഞ്ഞെടുക്കും. ഇങ്ങനെ ഈ 2 വിഭാഗത്തിൻ്റെ ഫൈറ്റാണ് ഇപ്പോൾ ഈ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരും അതിൽ വിട്ടില്ലേ? രാഷ്ട്രീയക്കാരൻ്റെ ഇടയിൽ തിന്മയിൽ നിൽക്കുന്നവരെല്ലാം കലിയുടെ ആൾക്കാരും അതിൻ്റെ അകത്ത് ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞ് സത്യസമയം നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ കൽക്കിയിടതും. രണ്ടുമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടുമുണ്ട്. അപ്പോൾ ഈ ഇതിലൊക്കെ ഒരു അഴിച്ചുപണി ഇപ്പോൾ ദൈവം തുടങ്ങി സിനിമാ മേഖലയിൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ്, ഇപ്പോൾ ലോകത്തിൽ കേരളത്തിൽ നിന്നാണ് തുടങ്ങണതെന്ന്. ഈ അഴിച്ചുപണി മെയിൻ സ്ഥലം കേരളത്തിൽ നിന്ന്. ഞാൻ ദൈവമേ അതെന്ത് കേരളത്തിൽ നിന്ന്? ദൈവത്തിന്റെ സ്വന്തം നാടല്ല. അതുകൊണ്ടല്ല ഞാൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ അതെന്താണ് കേരളം തിരഞ്ഞെടുത്തത്? അപ്പോൾ ദൈവം പറഞ്ഞു, ലോകത്തിൽ
ഏറ്റവും ആത്മീയത്തിൽ തെറ്റി നിൽക്കുന്ന ജനം കിടക്കുന്നത് അത്രയും ഇന്ത്യയിൽ. ആ റേഷ്യോ കൂടി നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മീയം തെറ്റിയെന്ന് വെച്ചാൽ ആത്മാവിനെ ഒന്നും മാനിക്കാതെയും ഒരു ദൈവഭക്തി ഇല്ലാതെയും തനി സ്വാർത്ഥ ജീവിക്കുന്ന ആ വിഭാഗം കിടക്കുന്ന അത്രയും കേരളത്തിൽ. ഈ കേരളത്തിൽ ഇടതുപക്ഷ ചിന്താഗതികളുണ്ട്. ഇടതുപക്ഷ ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയാണല്ലോ. പുരുഷ ലെവലിൽ എതിർക്കുന്ന ഒരു മനസ്സാണ് ഇപ്പോഴും. യേശു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നല്ലോ. അങ്ങ് ഇത്ര കടുത്ത ഇടതുപക്ഷക്കാരനായിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു ആത്മീയ വഴിയിലോട്ട് വന്നത്? അതല്ലേ എൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറയുന്നു, എനിക്ക് അതെല്ലാം മാറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണി ഒന്നും ഇല്ലെങ്കിൽ കൈ കാല് എവിടെയെങ്കിലും ഇടിച്ച് വേദനിച്ചെങ്കിലും ഞാൻ നിന്ന് തടകുമ്പം അയ്യോ എന്ന് വിളിക്കുമ്പോൾ അകത്ത് കിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോണ്ടാന്ന്. കിട്ടിയ അയ്യോ ദൈവമേ എന്നെ ക്ഷമിക്കും, ഇനി ഞാൻ പോകില്ലേ. 2 പ്രാവശ്യം പണി എനിക്ക് കിട്ടുമ്പോൾ തന്നെ ഞാൻ തന്നെ ഈ അങ്ങോട്ട് പേടിക്കും. ഇങ്ങനെയാണ് എന്നെ ചെറുപ്രായത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാണ് ചോദിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിഷയമുള്ള ഇവിടെ നിന്നാണ് തുടക്കമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒക്കെ മനുഷ്യരുടെ മനസ്സാണ് ഈ തുടക്കത്തിന് കാരണം. ഇത് പ്രവൃത്തിയിലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പല കാര്യത്തിലും തിരിച്ചു മറിച്ച് ചോദിച്ചിട്ട് എന്താണ് ഈ മനസ്സ്, എന്താണ് പുറമേ കാണിക്കുന്നതൊന്നുമല്ല മനുഷ്യരുടെ മനസ്സ്. അപ്പം ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ കൊച്ചു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പുറത്ത് ഭയങ്കരമായ സമരം നടക്കുകയാണ്. അപ്പോൾ മുൻനിരയിൽ ബാനറൊക്കെ പിടിച്ചു നിന്നും ഓരോരുത്തരും നീതി എതിർക്കണം, നീതി വേണം, ന്യായം, അവനെ പിടിച്ച് തൂക്കിക്കൊള്ളണം. മറ്റേ ഈ പറഞ്ഞവൻ പിറ്റേ വർഷം പീഡന കേസിൽ അകത്താണ്. അപ്പം ഇവൻ 3-4 വർഷം കൊണ്ടേ വേറൊരു കൊച്ചുകുട്ടി പിടിച്ചോണ്ടിരിക്കുകയും ഇതിരിക്കവെയാണ് വേറൊരു വിഷയത്തിൽ മെയിൻ ആളായിട്ട് ഫ്രണ്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് മിക്കവരും നിൽക്കുന്നത്. ഒരുത്തരുടെ മനസ്സ് നല്ല എല്ലാം വിഷമാണ്. എല്ലാം കാണിക്കണം പുറമേ ഉള്ള ഒന്നുമല്ല അകമേ നടക്കണം അത്രയും വേറെയും പുറമേ അഭിനയിക്കണം അത്രയും വേറെ. അപ്പോൾ ഒരു അഴിച്ചുപണി സിനിമാ മേഖലയിൽ ഇപ്പോൾ ഒരു വിഷയം, അത് സ്ത്രീ വിഷയം. ഞാൻ തന്നെ ചെറുപ്രായത്തിൽ സിനിമാ മേഖലയിൽ മിമിക്രിയും നാടകമായിട്ട് നടന്ന സമയത്ത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ഭയങ്കര പേരൊക്കെ ആയിരുന്നു എനിക്ക്. എൻ്റെ ആ ഏരിയയിലേക്കാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ് സിനിമാ മേഖല, സീരിയൽ മേഖല പോകരുത്. എന്നിട്ട് ആ മേഖലയിൽ നടക്കുന്ന ചില നടന്മാരെ വെച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നു. അത് ഞാൻ പറയില്ല. ഇതൊക്കെ നേരത്തെ കണ്ടതാണ്. ഇത് ഞാൻ സിനിമാ മേഖല നേരത്തെ സിനിമ മേഖല അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും പറഞ്ഞ് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചില നടന്മാരെ എന്ത് കാണിക്കുന്നു എന്നുള്ളത് എനിക്ക് ലൈവാ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. എത്ര വർഷം മുമ്പായിരുന്നത്? 2000 ആ കാലഘട്ടത്ത്. 2000 കാലഘട്ടത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അന്ന് കാണിച്ചു തന്നു. ഇന്നല്ല. അന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് എങ്ങനെയായിരിക്കും? അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് എൻ്റെ ആത്മാവിനെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മെയിൻ നടന്മാർ അവരൊക്കെ എന്തൊക്കെ അവിടെ കിടന്ന് കാണിക്കണം എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞ് ഈ മേഖലയിലോട്ട് പോകരുത്. ഭയങ്കര വിഷമം വരുന്നത് എനിക്ക്. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇത് കർമ്മഫലം അനുഭവിക്കണതാണത്. ഈ അന്ത്യകാലത്ത് ദൈവം ഉണ്ടെന്നും ഇനി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ദൈവം എന്ത് ചെയ്യുന്നെന്നും ദൈവം തിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ഇത്രയും നാളും ദൈവം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ഇനി ദൈവം ശരിക്കും പറഞ്ഞാൽ ആ പകരത്തിന് പകരം അളന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഒരു സൈഡിൽ നശീകരണം നടക്കും, ഒരു സൈഡിൽ ശുദ്ധീകരണവും നടക്കും. ഇത് രണ്ടും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കും. സിനിമാ മേഖല നശിക്കൂ. സിനിമ മേഖല നശിക്കുമെന്ന് വെച്ചാൽ അങ്ങനെയില്ല. സിനിമ മേഖലയ്ക്കകത്ത് ഇതേപോലെ കുറേ പേര് മാനസികമായിട്ടും ഒക്കെ തകരുത്. അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ശിക്ഷയായിട്ട് അനുഭവിച്ച് തീരണതാണ്. തീർന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഇനി അങ്ങോട്ട് രോഗങ്ങളും പ്രശ്നങ്ങളും വന്ന് അവരങ്ങനെ നരകിച്ച് മരിക്കും. ചെറിയ പാപമുള്ളവർക്ക് ഈ പുകച്ചിലോടി തീർന്നിട്ട് ഇനി അവർ മര്യാദയ്ക്ക് ജീവിക്കും. ചിലർ വൻകിട ടീമുകൾക്കൊന്നും ഇതിൽ തീരില്ല. മരിച്ച കഴിഞ്ഞപ്പോൾ പോലും തീരില്ല. ആ ആത്മാവിനെ പിന്നെയും പീഡിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. ഈ രാഷ്ട്രീയക്കാർ, കേരളത്തിലെ ഇന്ത്യയിലെയും രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇന്ന് ഈ പാർട്ടിയിൽ നിൽക്കുന്നു, മറ്റേ പാർട്ടിയിൽ പോകുന്നു. ഇവർ വെറും സ്വാർത്ഥതയുള്ള അല്ലേ? ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കാശിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇവർക്ക് എന്താണ് ദൈവം വച്ചിരിക്കുന്ന ശിക്ഷ? എന്താണ് അവർക്കുള്ള ശിക്ഷ, എന്താണ് ഇവർക്കുള്ള ശിക്ഷയെന്ന് എൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും എനിക്ക് കറക്റ്റായി പറഞ്ഞു തരില്ല. ഇപ്പം ഞാൻ ചോദിച്ചത് ഈ ഭൂമിയിലേക്കും കാര്യങ്ങൾ നടക്കുമല്ലോ, ഇത് എപ്പോൾ എങ്ങനെ നടക്കും പറഞ്ഞു തരില്ല. ഞാൻ ചോദിച്ചത് അതെന്ത് എനിക്ക് പറഞ്ഞു തരാത്തത്? പറഞ്ഞു തന്നാൽ ഇത് ലീക്കായാൽ ശിക്ഷിക്കപ്പെടേണ്ട ചിലർ ഇത് അറിഞ്ഞ് രക്ഷപ്പെടും. അവർ രക്ഷപ്പെടുന്നത് ഇതിന് ഇഷ്ടമല്ല. എന്തായാലും രാഷ്ട്രീയക്കാർ മൊത്തം നശിക്കും. ഭൂമി നശിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് അതായത് ഇപ്പം ഈ ഒരുപാട് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് തെറ്റ് ചെയ്ത് ഒരുപാട് പാപം പെരുകിയവരെ ദൈവം ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ആ ആത്മാക്കളെയൊക്കെ ദൈവം അങ്ങ് നശിപ്പിച്ച് കളയും. അതേസമയം ഇത്തിരി ഒന്നടിച്ചാൽ, ഇത്തിരി ഒന്ന് കൊടുത്താൽ നന്നാകും എന്നുള്ളവരെയാണ് ദൈവം ശരിക്കും പറഞ്ഞ് ശിക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലേ പലരും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അവരെ പന പോലെ വളർത്തുന്നുള്ള നിൽക്കും. ഞാൻ ദൈവത്തിൽ ചോദിച്ചിട്ട് ദൈവം എന്തിനാണ് അവരെങ്ങനെയായിട്ട് വളർത്തുന്നത്?
ഇവർ വളരണത് കണ്ടും കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത എത്ര എണ്ണം വഴിതെറ്റി പോകണമെന്ന് എനിക്കറിയണം. കാര്യം എൻ്റെ ആളായിട്ട് കുറേ ആൾക്കാരുണ്ട്, ഇത്തിരി നേരം നിറയും വേണം പറഞ്ഞിരിക്കുന്നത്. അവർ ഇവരുടെ വളർച്ച കണ്ട് ഇവരിൽ പ്രലോഭിതനായി പോകുന്നോ ഇല്ലയോ എന്ന് ദൈവം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പോയാൽ ഇവർക്ക് പിടി വീഴും, അവർക്ക് പിടി വീഴില്ല. ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ആത്മാക്കളുണ്ട്, ഇവർക്കാണ് പിടി വീഴുന്നത്. അവൻ അവിടെ ഇട്ട് വളർത്തുന്നതാണ്, കാരണം യവനാ ടെസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇപ്പോൾ തെറ്റ് കാണിച്ചില്ലെങ്കിൽ അങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു വൻമരമായി നിൽക്കുകയാണ്. ആ ആത്മാക്കളെയൊക്കെ ദൈവം നശിപ്പിച്ച് കളയും. അവരുടെ തലമുറയൊക്കെ അങ്ങ് ഭാവിയിൽ അങ്ങോട്ട് നശിച്ചു പോകും. കാരണം നമ്മളിപ്പോൾ ഇല്ലേ കാണുന്നത്, ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് ഈ കുടുംബം ചിലപ്പോൾ കാണില്ല. അതാണ് അത് നശിച്ചങ്ങ് പോകും. അവരുടെ മക്കൾ തല എരിഞ്ഞും കൊള്ള നടത്തിയും കൊലപാതകം ചെയ്തും ജയിലും, അങ്ങനെ അവരുടെ മക്കൾ അതിനെക്കാട്ട് നശിച്ച് 2-3 തലമുറ കഴിയുമ്പോൾ നശിച്ചു പോകും. പക്ഷേ ഈ കഷ്ടം അനുഭവിക്കുന്ന ഇവരുടെ തലമുറ അവൻ്റെ മക്കളാവും പറയും, മക്കളെ ചെയ്യരുത്, അച്ഛൻ അങ്ങനെ ചെയ്ത് ഒരുപാട് അച്ഛൻ അനുഭവിച്ച് എന്ന് മക്കളെ തന്നെ പഠിപ്പിച്ചു കൊടുത്തോളും. അതുപോലെ ഈ തലമുറ നന്നാവും. ഇത് ചോദിക്കാൻ കാരണം ഈ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ രാഷ്ട്രീയക്കാരാണ്. അവരുടെ ഈ ജനങ്ങളുടെ ക്ഷേമം, വികസനം എല്ലാം ചെയ്യേണ്ട ഈ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ദൈവം അവരെന്തായാലും വാച്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ അല്ലേ, ദൈവം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം പോണത്. നിസ്സാരം നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശരിക്കും ഒരുപാട് തെറ്റ് ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഒരു നേർനിറിയില്ല ചെയ്യല്ലേ, അതെന്ത് എന്ന് ദൈവം പറഞ്ഞ ഇപ്പോൾ നിൽക്കുന്ന ഈ ജനത്തിന് ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ദൈവം തന്നെയാണ് വെച്ചേക്കണം. വേണം ഈ ജനത്തിന് ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി വേണം. ഈ മുഖ്യമന്ത്രി തെറ്റാണ്, കൊള്ളരുതായ്മയാണ്, ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഈ ജനം നല്ലവരാണ്? അല്ല. അവരവരുടെ ഫാമിലി ജീവിതത്തിൽ നിങ്ങൾ പോയി നോക്ക്. ചെറിയ നിസ്സാര കേസിന് സഹോദരൻ്റെ വസ്തു വെട്ടിപ്പിടിക്കൽ, അങ്ങോട്ടടി ഇങ്ങോട്ടടി, കിട്ടുന്ന പൈസയിൽ വെള്ളുപടി, ഒക്കെ ഇവിടെ ഈ ജനത്തിന് നല്ലൊരു നേതാവ് വേണമെന്നാണ് പറയണത്. ഇവർ നന്നാവ്, നല്ലൊരു നേതാവിനെ ദൈവം കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് ജനം നന്നാവണം. ജനത്തിനിപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കണം, ആ മേഖല എനിക്കങ്ങ് ഓക്കെ ആവണം. അതങ്ങനെ ഓക്കെ ആവും? ഒരിക്കലും ശരിയാവില്ല. ഇങ്ങനെ നിന്റെ വീട്ടിൽ ഈ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു, നിന്റെ ഓഫീസിൽ കൈക്കൂലി വാങ്ങിക്കുന്നു, ഒക്കെ ഇവന് ചെയ്യാം. പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പക്ക അങ്ങ് ദാനശീലനും നല്ലവനുമായിട്ടിരിക്കണം. അങ്ങനെ ദൈവം നിർത്തൂല. എന്താണോ നമ്മൾ അതുപോലുള്ള ആളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച്, ഈ മുഖ്യമന്ത്രി ഭരിക്കണേൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സുഖം, നീ ഹാപ്പി ആയിരിക്കും, അത്ര തന്നെ. ജീവിക്കാൻ പറ്റാത്ത രീതിയിലെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കിവിടെ ഒന്നുമില്ല. കാര്യം ബിസിനസ് ഇല്ല, സ്വന്തമായി കൃഷിയിടമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ മലയാളികൾ അധ്വാനിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെ ദൈവം കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ തന്നെ തന്നത്. കാരണം ഞാൻ ചോദിച്ചത്, ദൈവം ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ആൾക്കാർ ബിസിനസ് ഇല്ല. അപ്പോൾ ദൈവം എടുത്ത് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കാറുകൾ കച്ചവടം കുറഞ്ഞോ കൂടിയോ? കേരളത്തിന്റെ കാര്യം കേരളത്തിൽ കൂടിയിട്ടുണ്ട്. മദ്യപാനം കുറഞ്ഞോ കൂടിയോ? കൂടിയിട്ടുണ്ട്. എല്ലാ വർഷവും കണക്ക് വരുന്നു. എല്ലാ വർഷവും ഇതൊക്കെ. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലേ? അവരുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇരുത്തിയേക്കുന്നത്. അയാൾ നല്ലവനൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കണ്ണിച്ചോരയില്ലാതെ തന്നെ പലരും പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് ബാധിക്കണത് ആർക്ക്? കണ്ണിച്ചോരയില്ലാതെ ഇവർക്കാണ് ബാധിക്കുന്നത്, ഈ ജനങ്ങൾ. ഇതിൽ എത്രയോ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ദൈവമേ, ദൈവഭക്തിയിലേക്ക് ജീവിക്കുന്ന ഒരുപാട് ഭക്തിയിലേക്ക്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരുപാട് പേരില്ലേ സത്യസന്ധമായി ജീവിക്കുന്നവർ ദൈവം കാണുന്നത് പ്രകൃതിയിൽ മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ ജീവിക്കുന്നവർ രക്ഷപ്പെടാം. അങ്ങനെ ഉള്ളവരില്ലേ? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ മെയിൻ ക്വാളിറ്റി, അവർ സ്ത്രീധനമാക്കിയില്ല, ലഹരിക്ക് അടിമയായിരിക്കില്ല, മോഷണം ചെയ്യില്ല, നാളത്തേക്ക് വേണ്ടി ആർത്തി പിടിച്ച് കള്ളത്തരത്തിൽ സമ്പാദിക്കില്ല, ഈ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ആൾ ദൈവങ്ങളുടെ പറയുന്ന കാര്യസാധ്യത്തിന് പോകില്ല. ഇങ്ങനെ ഒരുപാട് ഗുണം ഉണ്ടെങ്കിൽ വിചാരിച്ചോളാം അവൻ സത്യസന്ധനായി ജീവിക്കുന്നു. അപ്പോൾ ഈ ആൾ ദൈവങ്ങളും ദൈവം തന്നെ വെച്ചതാണ്. ആൾ ദൈവങ്ങൾ ദൈവം വെച്ചല്ല, ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യർ അവൻ്റെ ആളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചാണ് ആൾ ദൈവങ്ങൾ. ഇവരെയൊക്കെ നശിപ്പിക്കുന്നൊരു കാലം ഇനി വരും. അതല്ലേ കൽക്കി നശിപ്പിക്കുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നശിച്ചു പോകും. ഇനി അങ്ങോട്ടോട്ട് പോകുമ്പോൾ ഇവർക്കൊക്കെ ഓരോ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് താനെ നശിച്ചു പോകും. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം വേണം. ഇപ്പം തന്നെ ഇവിടെ ബ്രിട്ടീഷ് ഭരിച്ചിട്ട് നേരെ രാജഭരണം നടന്ന സമയത്ത് ആ രാജാവ് ഇവിടെ വന്ന് ജനങ്ങൾ അത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ, രാജാവിൻ്റെ ശിങ്കിടികളോടും പീഡിപ്പിച്ച സമയത്താണല്ലോ ബ്രിട്ടീഷുകാർ വന്ന് എല്ലാം അടിച്ചു ഒതുക്കി അവർ നല്ലൊരു ഭരണം തുടങ്ങിയത്. പിന്നെ ഇവിടെ ഉള്ളവന്മാരുടെ സ്വഭാവം കണ്ടപ്പം ബ്രിട്ടീഷുകാരന്മാർ പതുക്കെ സ്വഭാവം മാറ്റി അവർ തുടങ്ങി അങ്ങോട്ട് അടിമയാക്കാൻ. അപ്പം ദൈവം അടുത്ത വേറെ ദൈവത്തിൻ്റെ ചില ആൾക്കാരെ വിട്ടിട്ട് സ്വാതന്ത്ര്യം തന്ന് ഇപ്പം ഇത്രയാക്കി. എന്നിട്ട് ചില വ്യക്തികളെ പിടിച്ച് ഈ രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ളവർക്ക് ഭരണം കൊടുത്തു. ഇപ്പം അവരെന്ത് ചെയ്യുന്നു? അവർ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പോലെ ഇപ്പോൾ അവർ ചെയ്യാൻ തുടങ്ങിയപ്പം ദൈവം ഇനി ഇവനെ അടിച്ച് കളഞ്ഞിട്ട് വേറൊരു സിദ്ധാന്തം ഒരു സംഗതി തുടങ്ങും. രാഷ്ട്രീയമൊക്കെ കുറേ കാലം കഴിയുമ്പോൾ പോകും, ഈ രീതിയിലുള്ള രാഷ്ട്രീയമൊക്കെ പോകും. എന്നിട്ട് വേറെ രീതിയിലൊരു വരും. ഭക്തി മാർഗത്തിലുള്ളത് നേരെ നിറിയുള്ള ചിലർ ഭരണത്തിൽ വരാൻ തുടങ്ങും. യോഗി ആദിത്യനാഥ് ഒരു പൂജാരി, അതൊന്നും ഇപ്പോഴല്ലെന്ന്. അതിന് മുമ്പ് ഈ ശുദ്ധകലശമുണ്ട്, നശീകരണമുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭക്തി മാർഗത്തിൽ പോകുന്ന ആൾക്കാർ ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഭക്തി മാർഗത്തിൽ പോകുന്നവരാരും യൂണിഫോം ഇട്ട് നടക്കൂല.
യോഗി നടക്കുന്നതെല്ലാം ഇനി വരാൻ പോകുന്ന ആൾക്കാരൊന്നും അത് ഒരു മതത്തിൻ്റെ ആളായിട്ട് നിൽക്കുകയല്ലേ. ദൈവം ഇനി ഭാവിയിൽ കൊണ്ടുവരാൻ പോകുന്ന വ്യക്തികൾ ഒരു മതത്തിലും കീഴ്പ്പെട്ട ആൾക്കാരായിരിക്കില്ല. അവരെല്ലാം ഒന്ന് വെച്ച് അംഗീകരിക്കുകയും എല്ലാത്തിലും ഇപ്പം ഉദാഹരണം സുരേഷ് ഗോപി വെച്ച് ഉദാഹരണം പറയാം. പുള്ളി കണ്ട് എല്ലായിടത്തും പോകുന്നു, എല്ലാം അംഗീകരിക്കുന്നു, എല്ലാം നടക്കുന്നു. പുള്ളിയുടെ മതത്തിലാണെങ്കിൽ പുള്ളിയുടെ മനസ്സ് അതിൽ അടിമപ്പെട്ട് കിടക്കണില്ല. ഇങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപി ആവുന്നല്ല, മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആവും, എപ്പോഴും നെഗറ്റീവ് ആവും, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പണ്ട് EMSും പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഇപ്പം എല്ലാം ഉപേക്ഷിച്ച് ഒരു നാടും വീടും കളഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലേ, അതേപോലുള്ള കമ്മ്യൂണിസ്റ്റ് ഒറിജിനൽ ആൾക്കാർ ഭാവിയിൽ ഭരിക്കാൻ വന്നിരിക്കും, യഥാർത്ഥ ഭക്തർ വന്നിരിക്കും. അങ്ങനെ ഇവരൊക്കെ ചേർന്ന് ഒരു ഭരണം ഇനി വരും. അപ്പോൾ അവരാരും ഈ ചൂഷണമോ ഈ അഴിമതിയോ ഒന്നും അവർക്ക് ചെയ്യാൻ തോന്നൂല. അപ്പോൾ ഈ ആൾക്കാരുടെ വിശ്വാസങ്ങളിൽ കൈവയ്ക്കില്ലേ? ശബരിമല എൻ്റെ ഒരു വിശ്വാസമാണ്. അവിടെ കുറേ കാലം കൊണ്ട് വയ്ക്കുന്നത് സ്ത്രീകൾ കയറാൻ പാടില്ല, അങ്ങനെ ഭയങ്കര സമരം നടന്നൊരു സമയമാണ്. അപ്പോൾ ഇവിടുന്ന് ചില രാഷ്ട്രീയക്കാർ വരുമ്പോൾ ആ വിശ്വാസങ്ങളെ തകിടം മറിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റാൻ ശ്രമിക്കുന്നു, ഭക്തർ പ്രശ്നം ഉണ്ടാക്കുന്നു. അല്ല, ശബരിമല പണ്ട് എല്ലാവരും കയറി ഇറങ്ങിക്കൊണ്ട സ്ഥലമാണ് ശബരിമല. അവിടെ അയ്യപ്പൻ പോയതിന് ശേഷമാണ് പിന്നെ സ്ത്രീകളെ ബാൻ ചെയ്ത് തുടങ്ങിയത്. അതായത് അയ്യപ്പന് മുമ്പ് പരശുരാമൻ സ്ഥാപിച്ച വേറൊരു കല്ലാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ശാസ്താവിൻ്റെ, അതായത് ഈ ദൈവത്തിൻ്റെ രണ്ട് സാധനം, ബ്രഹ്മാവില്ലാതെ മറ്റേ രണ്ടിൻ്റെയും കൂടെ ശക്തിയുടെ പകർച്ചയിൽ നിന്ന് പരശുരാമ ആവാഹിച്ച് വെച്ച ഒരു ശക്തിയാണ് അവിടെ കല്ലിലുള്ളത്. എനർജി. ആ എനർജിക്ക് വേണ്ടി ഇപ്പം നമുക്ക് എനർജി ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടിയുണ്ട്, ഞാൻ എന്ത് ചെയ്ത് നേരിട്ട് പ്രാർത്ഥിക്കാൻ. അതൊന്നും ഇല്ലാത്തപ്പോൾ എന്നെ പോലുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും മീഡിയം വേണം. അവർക്ക് എന്തെങ്കിലും ഒരു കല്ലോ ശക്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് അയ്യോ ദൈവം എന്ന് പറഞ്ഞ് നിൽക്കി ചെയ്യുള്ളൂ. അങ്ങനെ ആ മലയിലും അവിടെ ഉള്ള എത്രയോ സ്ത്രീകളും പെണ്ണുങ്ങളൊക്കെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നത്. അതായത് വനവാസികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരുടെ മലദൈവമായിരുന്നു. പിന്നെ ശബരിമല അയ്യപ്പൻ്റെ അകത്തിരുന്നതും അതേ ശാസ്ത്ര ചൈതന്യം ആയതുകൊണ്ട് ഈ ചൈതന്യത്തെയും കൂടെ ആ കല്ലിലേട്ട് അയ്യപ്പൻ വിടാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ അവിടെ ഇരുന്ന് മരിച്ച് ആ അയ്യപ്പൻ്റെ ഉള്ളിലും ആ പവറിൻ്റെ പകർച്ചയാണല്ലോ, ഇത് തിരിച്ച് ആ കല്ലിലോട്ട് വിട്ടു. അതിനുശേഷമാണ് ഈ ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പതുക്കെ ഇതിനെ ഈ സ്ത്രീകൾ കയറി കൂടാ, അയ്യപ്പൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരണത്. അയ്യപ്പൻ അങ്ങനെ ആവണമെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അങ്ങനെ വേണമെന്ന് തോന്നി പോയണതാണത്. അയ്യപ്പൻ ബ്രഹ്മചാരി. അത് അയ്യപ്പൻ്റെ ഇഷ്ടമാണത്. ഇപ്പം എനിക്കിപ്പം സ്ത്രീകൾ വേണ്ട, എനിക്ക് ബ്രഹ്മചര്യം വേണം എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ നിൽക്കുന്നത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ദൈവം ഏൽപ്പിച്ച ജോലിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ എടുക്കണം ത്യാഗമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവന് എന്നെ കാണാൻ വരുന്നവരൊക്കെ അങ്ങനെ തന്നെ വരണമെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഇറച്ചി മീനൊന്നും തിന്നില്ല, അപ്പം വെജിറ്റേറിയനാണ്, ഇപ്പം വെജിറ്റേറിയനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ വെജിറ്റേറിയനായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും. ആ വരുന്ന വ്യക്തിക്കും എന്നെപ്പോലും ആത്മീയ വളർച്ച വേണം എന്ന് ആഗ്രഹിച്ച് വരണമെങ്കിൽ അവനത് അതിന് വേണ്ടി ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും. മനസ്സിലായി. ഇപ്പൊ ജസ്റ്റ് എന്നെ കാണാനും എൻ്റെ അടുത്ത് ചില കാര്യം പറയാനും വരണവനൊക്കെ എന്നെ പോലെ വരണമെന്ന് പറയാം, അത് തെറ്റല്ലേ? അപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ആർത്തവം ഇല്ലാത്ത ആർത്തവം എന്ന് പറയുന്നത് ഇത് ശരിക്കും ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറന്തള്ളിപ്പോഴുന്ന ആ ദുഷിച്ച സാധനമാണ് ഈ ആർത്തവം എന്ന്. പുരുഷനിൽ നിന്ന് ഒരു പടിയല്ലേ സ്ത്രീ കുറവുള്ളൂ. അല്ല, ആ സ്ത്രീ മൊത്തം ഇത് ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രകൃതിയുടെ സാധനമല്ലേ ഇത്. നമ്മുടെയൊക്കെ വയറ്റിൽ ശരിക്കും പറഞ്ഞാൽ ആത്മീയത്തിൻ്റെ ഒരു അടുത്ത ലെവലിലോട്ട് ഞാൻ ഇറങ്ങി പറയുകയാണ്. നിങ്ങൾ ഞാനും ഒക്കെ പക്ക മലം ഇപ്പോഴും ചുവന്നു കിടക്കുകയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കൂല്ലോ, അയ്യോ വൃത്തിയുടെ സാധനമായി, അങ്ങനെ നാട്ടും പറ്റി. പക്ഷെ നമ്മൾ അപ്പം കക്കുറിച്ച് പോയില്ലെങ്കിൽ നാളെ വരെ വേണമെങ്കിൽ ഈ മലം വെച്ചു നടക്കും. അപ്പം നമ്മൾ വിശുദ്ധരാ? ഇവിടെ ആരും പെർഫെക്റ്റ് ഇല്ല. പക്ഷെ അത് പുറം തള്ളിയിട്ട് അത് പുറത്ത് പറ്റിയിരിക്കണം, അവിടെ പറ്റിയിരിക്കുന്നു പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വൃത്തിയിടാണ്. അതുകൊണ്ടാണ് യാത്ര സമയത്ത് പോകല്ലേ എന്ന് പറയണത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത വ്യക്തി. പക്ഷേ ഞാൻ അതാണ് ചോദിച്ചത്, ഇപ്പം ആർത്തവം ഒരു മാസത്തിൽ ഇത്ര ദിവസം ഒന്നുണ്ട്, അത് കഴിഞ്ഞ് അവർക്ക് ശബരിമലയിൽ പോകണം, പോണേ കുഴപ്പമുണ്ട്.